ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓവറോൾ ഒരു എൻവയറമെൻറ്റൽ കൺസേൺസിൽ, പ്രത്യേകിച്ച് ഹൈഡ്രോളജിക്കൽ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് മലയോര ഹൈവേ, കോസ്റ്റൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇക്കോസിസ്റ്റം ഡിസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് സിൽവർ ലൈനിലൂടെ സംഭവിച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ദ വേർസ്റ്റ് ഓഫ് ഇറ്റ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ, കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും കേരളത്തിൻ്റെ നിലനിൽപ്പിനെയും കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെയും ഇത്രയും ഇഗ്നറൻ്റ് ആയിട്ടുള്ള, ഇത്രയും കണ്ടംപ്റ്റുള്ള ഒരു മുഖ്യമന്ത്രിയെയും ഒരു ഗവൺമെൻറ്റിൻ്റെയും ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല. നിങ്ങളുടെ വികസനവും നിങ്ങളുടെ വികസന സങ്കല്പവും സ്വപ്നവും ഒക്കെ നടക്കട്ടെ, പക്ഷേ അത് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്, നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലെയാണ് നാച്ചുറൽ സിസ്റ്റംസും ശരിയാണോ എന്ന് നോക്കിയിട്ട് ചെയ്യണം. ഇത് മൂന്നും നോക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടേ ഇപ്പം നിങ്ങൾ നോക്കുന്നുള്ളൂ. കാശുണ്ടോ, ഇത് ചെയ്യാനുള്ള ആളുണ്ടോ, പക്ഷെ അത് പോരാ. ഇത് ചെയ്യാനുള്ള വ്യവസ്ഥ ആവാസ വ്യവസ്ഥയെ ബാധിക്കാതെ, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ, വിഭവങ്ങൾ ആവശ്യത്തിന് മറ്റുള്ള വിധാനങ്ങളൊന്നും നശിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി നോക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഈ ഡോക്യുമെന്റ്. ഈ മാനിഫെസ്റ്റോയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് കേരളത്തിൻ്റെ ഒരു ഹൈഡ്രോളജി ഇത് വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അത് അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ 44 പുഴകൾ, അതിന്റെ നീർത്തടങ്ങളൊക്കെ ആയിട്ട് തീർത്തും ഭയങ്കര ജലസാന്നിധ്യമുള്ളൊരു പ്രദേശമാണ് കേരളം. അപ്പോൾ ആ ഹൈഡ്രോളജി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, ഇപ്പോൾ ഇടനാടൻ ചെങ്കൽ കുന്നുകളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും, പുഴകളുടെയും അതിന്റെ നീർത്തടങ്ങളുടെയും സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും, ഈവൻ എഞ്ചിനീയറിംഗിന് പോലും അത്തരത്തിലുള്ള ഈ പരിസ്ഥിതി കൺസേൺസ്, പ്രത്യേകിച്ച് ഹൈഡ്രോളജിക്കൽ കൺസേൺസ് വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജല സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രാധാന്യം ഇതിൽ കാണാൻ കഴിയും. ആ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് ഫണ്ടമെന്റലാണ്. നമ്മൾ റിച്ച് ടു സീ കണ്ടിന്യൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലേ, അത് ലാൻഡിൻ്റെ കണ്ടിന്യൂം മാത്രമല്ല. ലാൻഡ് കണ്ടിന്യൂമാണ്, സമ്മതിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ വാട്ടറിൻ്റെ ഫ്ലോ ആണ്. നമുക്കിപ്പോൾ മൺസൂൺ പെയ്യുന്നത് ചിലയിടത്ത് പെയ്യും, മറ്റിടത്ത് പെയ്യില്ല. ഇവിടെ പെയ്യുന്ന വെള്ളം ഇപ്പുറത്ത് കിട്ടും എന്നൊന്നുമല്ലല്ലോ. അവിടെയും പെയ്യും, ഇവിടെയും പെയ്യും, മുകളിലും താഴെയും എല്ലാം പെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകുകയും ചെയ്യും. ഇവിടെ വരുന്നത് കൊണ്ട് അപ്പോൾ ചിലയിടത്ത് സാച്ചുറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ഹെവി റെയിൻസ് ഇൻ ഷോർട്ട് ഡ്യൂറേഷൻസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹൈഡ്രോളജി ഈ വെള്ളത്തിൻ്റെ വരവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർഫേസ് ഫ്ലോ ഉണ്ട്, സബ് സർഫേസ് ഫ്ലോ ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മളത് അങ്ങനെ കൺസീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ മുകളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ വെള്ളം എല്ലായിടത്തൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മുകളിൽ അത് മാത്രമല്ല, കൃത്യമായി നമ്മൾ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് അത് ഒഴുകി തന്നെ ഇങ്ങനെ പിരില്ലോ. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും ആ ഒഴുക്ക് നമ്മൾ തടയണം, നമ്മൾ കുറച്ച് സ്ലോ ആകണം, അതിനെ തടഞ്ഞു നമ്മൾ നിർത്തണം എന്നൊക്കെ നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ എസൻസ് നമ്മൾ ഓരോ പ്രദേശത്തും അതിൻ്റെ മൈക്രോ ലെവലിൽ മനസ്സിലാക്കിയിട്ടല്ല ഇൻ്റർവെൻഷൻസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് എല്ലാ ഇൻ്റർവെൻഷൻസും, ഒരു വീട് വയ്ക്കുന്ന ഇൻ്റർവെൻഷൻ ആണെങ്കിലും ഇറ്റ് ഹാസ് ടു ബി ഹൈഡ്രോളജിക്കലി വെറ്റഡ്, അക്സെപ്റ്റഡ്. അവിടെ ആ ഭൂമിയുടെ വേറെ ഒരുപാട് ക്ലോസസ് നമ്മൾ വയ്ക്കുമല്ലോ. അപ്പുറത്തെ എൻക്രോച്ച്മെൻ്റ് ഉണ്ടോ, ഇപ്പുറത്തെ എൻക്രോച്ച്മെൻ്റ് ഉണ്ടോ, അതെല്ലാം നിങ്ങൾ ചെയ്യും. പക്ഷേ നിങ്ങൾ വെള്ളത്തിനെ എൻക്രോച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അത് ഒഴുകിപ്പോകാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണ്ടേ. സോ ദോസ് ആർ കണ്ടീഷൻസ് ദാറ്റ് ഹാവ് ടു ബി ഇൻവേരിയബിളി ഡൺ. അതെല്ലാം നമുക്ക് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് അതിനെ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ ചിലത് നമുക്ക് അങ്ങനെ ഇവിടുന്ന് കുറച്ച് മാറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു അന്വേഷിക്കണം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ കൺസീവ് ചെയ്ത പ്രോജക്ട്സാണ് ശരിക്കും പറഞ്ഞാൽ സിൽവർ ലൈനും. അതുകൊണ്ടാണ് ആ സിൽവർ ലൈൻ വന്നിരുന്നെങ്കിൽ എന്തൊരു ഡിസാസ്റ്ററാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അതേപോലെയാണ് നാഷണൽ ഹൈവേ. സിൽവർ ലൈനിൽ നമ്മൾ എന്ത് ഭയന്നോ അത് നാഷണൽ ഹൈവേയിൽ അവർ ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ്. അതായത് സിമ്പിളായിട്ട് പറയാം, നമുക്കെല്ലാം നമ്മുടെ പഴയ നാഷണൽ ഹൈവേ അറിയാം. അതൊന്നും ഒരു ഫ്ലഡ് ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേ ആയിരുന്നില്ല. ഒരു പ്രദേശത്ത് ഇങ്ങനെ ഇങ്ങനെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ പോയിക്കൊണ്ടിരുന്ന നാഷണൽ ഹൈവേ ശരിക്കും പറഞ്ഞാൽ കോണ്ടൂർസ് ഒക്കെ കണ്ടുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ റോഡ്സ് നോക്കിയാലും നമ്മളിപ്പോൾ പലപ്പോഴും ആലോചിക്കും, MC റോഡ് എന്തിനാണ് ഇത്രയും വളഞ്ഞു പോകുന്നത്? ഇങ്ങനെ പോയിട്ട് ചുമ്മാ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് നോക്കുമ്പോൾ പുറത്തൊക്കെ വീടുകളൊക്കെ ആണല്ലോ, നമുക്കത് നേരെ പോയാൽ പോലെ ചെയ്യും. ഇഷ്യൂ ഈസ് അന്ന് അത് ഡിസൈൻ ചെയ്യുന്നത് കോണ്ടൂർ കണ്ടുകൊണ്ടാണ്, വാട്ടറിൻ്റെ ഫ്ലോ കണ്ടുകൊണ്ടാണ്, മലയുടെ കിടപ്പ് കണ്ടുകൊണ്ടാണ്, സ്ലോപ്പ് കണ്ടുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് ഇന്നതല്ല. ഇന്ന് വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് ലോകത്ത് ഇവിടുന്ന് ഒരു വര വരയ്ക്കും, ഒറ്റ വര വരച്ച് അങ്ങ് ചെയ്യാൻ പറയും. എന്നിട്ട് അപ്പോൾ വര വരച്ച് കഴിയുമ്പോൾ ചെയ്യാൻ പറ്റൂലെന്നല്ല, ആ റോഡ് നമുക്ക് എഞ്ചിനീയറിന് പണിയാൻ പറ്റും. പക്ഷെ അവർ അതിൻ്റെ ഹൈഡ്രോളജിക്കൽ സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവും, കോണ്ടൂർസിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ.
കേരളം ഒരു മലയോര മേഖലയാണ്. താഴെ വന്നാൽ പോലും ചരിഞ്ഞ പ്രദേശങ്ങളാണ് മുഴുവൻ, അങ്ങ് അറ്റം വരെ ചരിഞ്ഞ പ്രദേശമാണ് കേരളം, നല്ല ശതമാനം. അപ്പോൾ ഇത് കളിക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ വാട്ടറിൻ്റെ ഫ്ലോ തകർക്കാതെ പണിയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ കോണ്ടൂർ അനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നാഷണൽ ഹൈവേ ഇപ്പോൾ ചെയ്തേക്കുന്ന രീതിയിൽ ആ പഴയ റോഡ് എടുത്തിട്ട് കുറേ സ്ഥലത്ത് പൊക്കി, കുറേ സ്ഥലത്ത് താത്തു, എന്നിട്ട് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റോഡ് കോഡ്. പക്ഷേ ഇന്ത്യൻ റോഡ് കോഡ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ റോഡ് കോഡല്ല വേണ്ട, കേരള റോഡ് കോഡ് വേണ്ടി വരും. വാട്ട് ഇസ് ദ കേരള റോഡ് കോഡ്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ഹൈഡ്രോളജിക്കലി വേണമെന്നുള്ളതാണ്. അതിൽ ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഇനി എന്ത് ഡെവലപ്മെന്റ്, അല്ലെ പ്രത്യേകിച്ച് ലീനിയർ ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്കും ഒരു ഹൈഡ്രോളജിക്കൽ ക്ലിയറൻസ് പ്രത്യേകം തന്നെ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഇപ്പം നമ്മൾ ചാപ്റ്റർ 7 നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് റിവർ, വെറ്റ്ലാൻഡ്, ഫ്ലഡ് പ്ലെയിൻ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഒരുമിച്ച് കാണുകയാണ്. ഇതിനെ പ്രത്യേകം എങ്ങനെ കാണാൻ പറ്റുന്നത്? ഒരു പുഴയെ ഗ്രൗണ്ട് വാട്ടറിനെ ഇമ്പാക്ട് ചെയ്യുന്നില്ലേ? ഒരു ഫ്ലഡ് പ്ലെയിൻ ഗ്രൗണ്ട് വാട്ടറിനെ ഇമ്പാക്ട് ചെയ്യുന്നില്ലേ? ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇതനുസരിച്ച് ആൾക്കാരുടെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ലേ? പൊല്യൂഷൻ കൂടുന്നില്ല? അപ്പോൾ ഓരോന്നും ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് കാണണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ചാപ്റ്ററിനകത്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഒരു ഫുൾ മിഷനായിട്ട് തന്നെ നമ്മൾ പറയുന്നത്. നമ്മളെന്താ അഡോപ്റ്റ് റിവർ ബേസിൻ ബേസ്ഡ് പ്ലാനിങ് ആസ് എ ഫ്രെയിം വർക്ക്, കേരള റിവർ ബേസിൻ ആൻഡ് വാട്ടർ സിസ്റ്റംസ് മിഷനാണ്. ആ റിവർ ബേസിൻ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാട്ടർ സിസ്റ്റംസും തിരിച്ചറിവ് വേണം. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചും, പിന്നെ ഓരോ റിവറിന് വേണമെങ്കിൽ അതിൻ്റെ സബ് സിസ്റ്റംസ് ആക്കാം, ഒരു ഗവർണൻസ് മെക്കാനിസം ഉണ്ടാക്കാം. പക്ഷേ അതൊക്കെ സജസ്റ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ട് വിട്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മൾ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും, സ്റ്റേറ്റിൻ്റെ കൂടെ തന്നെ. സ്റ്റേറ്റിന് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു ഗവൺമെൻറ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ എല്ലാ വിധാനങ്ങളും, ഓൾ മിഡ്ലാൻഡ് ഹിൽസ്, എവറിത്തിങ് റൈറ്റ് ഫ്രം ദ റിച്ച് ടു ദ സീ, ഹൈഡ്രോളജി ബിക്കംസ് എ വൺ ബിഗ് കളക്റ്റീവ് ക്വസ്റ്റ്യൻ. അത് നല്ല രീതിയിൽ തന്നെ ഈ മാനിഫെസ്റ്റോയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. തീരദേശത്തെ കുറിച്ചുകൂടെ വന്നാൽ, നേരത്തെ ശ്രീധർ കോമൺസ് എന്നുള്ള രീതിയിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. പക്ഷെ തീരദേശത്തെ കുറിച്ച് ഒരുപാട് കൺസേൺസ് ഈ മാനിഫെസ്റ്റോയിൽ കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തൊഴിൽ നഷ്ടം അത് വളരെ കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ. പിന്നെ തീരെ ശോഷണം കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, വീടുകളുടെ നഷ്ടങ്ങൾ, ഉപജീവന നഷ്ടവും അതും മറ്റൊരു വശത്തുണ്ട്. ഒപ്പം തീരദേശത്തേക്ക് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അടക്കം പൂർത്തിയായ ശേഷം ആണ് ഈ മാനിഫെസ്റ്റോ പുറത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ, കടൽ മണൽ ഖനനത്തിന്റെ പേരിലൊക്കെ ഒരുപാട്, ഇപ്പോൾ സാഗർമാല പ്രോജക്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബായിട്ടും തീരദേശം മാറുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീരദേശവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോമൺസിന്റെ കാര്യം പറഞ്ഞത് കൂടാതെ മറ്റു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? കോസ്റ്റലിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടായത്, നമ്മൾ ശരിക്കും പറഞ്ഞ പരിസ്ഥിതി സംസാരിക്കുമ്പോൾ കേരളത്തിൽ പരിസ്ഥിതി പ്രവർത്തകരും പാരിസ്ഥിതികയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ സംസാരിക്കുമ്പോൾ കോസ്റ്റ് ഇഗ്നോർ ചെയ്യുക. വെസ്റ്റേൺ ഗാട്ട്സ് റിവർ എല്ലാം പറയും, വെറ്റ്ലാൻഡ്സ്, പാഡി. പക്ഷെ കോസ്റ്റ് വേറെ, അത് ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്കും കോസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുടെയും പിന്നെ ലാറ്റിൻ ക്രിസ്ത്യൻ കത്തോലിക് സഭയുടെയോ അവരുടെ പ്രശ്നമാണ്. അതല്ല എന്നുള്ളത് നമ്മൾ ഇത്തവണത്തെ സഹ്യാദ്രി സമ്മിറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവരെ വിളിച്ചു, അവരുടെ എക്സ്പേർട്സ് വന്നു, ഡോക്ടർ തോമസും ജാമറ്റും എല്ലാവരും വന്നു. ആൻഡ് ഗംഭീര പ്രസൻറ്റേഷൻസ് ആയിരുന്നു. ഇവർ ശരിക്കും നമ്മൾ ഈ അവിടെ ആ സമ്മിറ്റിൽ റെക്കഗ്നൈസ് ചെയ്ത കാര്യം ഞാൻ പറയാം. സമ്മിറ്റിലിരുന്ന എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും അവർ റെസ്പോണ്ട് ചെയ്യുന്നറിയാമോ, നമ്മളെ വല്ലാതെ ഇപ്പോഴാണ് ഈ ബോധം നമുക്കുണ്ടായതെന്ന് വരെ പറഞ്ഞവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക സംവിധാനം. അപ്പോൾ അത്രയും സൈലോഡാണ് നമ്മളിപ്പോഴും. ഒരുപാട് പേര് അങ്ങനെ അല്ലാത്തവരുണ്ട്, വളരെ വിഷണറി ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ നമ്മൾ ഈ സൈലോയിലേക്ക് പോയി എത്തിയിട്ടുണ്ട്. പുഴകൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ, കാടിന് വേണ്ടി സമരം ചെയ്യുന്നവർ, അങ്ങനെ അതല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കോസ്റ്റാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നത്. ഇവർ തിരിച്ചു പോയതിനു ശേഷം നമ്മൾ ഈ മാനിഫെസ്റ്റോ പ്രിപ്പറേഷൻ വന്നപ്പോഴത്തേക്കും സഹ്യാദ്രി സമ്മിറ്റിൻ്റെ പേരിൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് അതിനകത്തുനിന്ന് ശരിക്കും ഇൻപുട്സ് വന്നു. എന്നിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൻ. അതങ്ങ് ശരിക്കും നല്ല സ്ട്രെങ്തൻഡായി ഈ സെക്ഷൻ. അതിൽ നമ്മൾ കുറേ എന്താണ് ഒരു പോളിസി പോയിന്റ്സിനകത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മിഷൻ വേണം, കോസ്റ്റൽ ആൻഡ് മറൈൻ റെസിലിയൻസ് മിഷൻ. അവർ പറഞ്ഞതല്ല, നമ്മൾ കൊണ്ടുവന്നതാണ്. കാരണം നമ്മുടെ പോയിന്റ് ഓഫ് ഇത്തവണത്തെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ പറഞ്ഞ അവകാശപത്രമല്ല വയ്ക്കുന്നത്, നമുക്ക് ഒരു ഗവർണൻസ് സജഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചിലതൊക്കെ ഞാൻ അതും കൂടെ ക്ലിയർ ചെയ്യാം. നമ്മളൊരു മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിനോട് നമ്മൾ മിഷൻ ഉണ്ടാക്കണം എന്നല്ല പറയണം, മിഷൻ മോഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളത് സജസ്റ്റ് ചെയ്തതാണ്.
ഫോക്കസ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, കോസ്റ്റലിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് റിവർ കോസ്റ്റ് ഗവർണൻസ് വേണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇത് നമ്മളുടെ ഇൻറ്റഗ്രേഷൻ പോലും നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. കുറച്ച് പഠനങ്ങളിലും ഇതിലൊക്കെ നമ്മൾ പറയുന്നു എന്നുള്ളതല്ലാതെ റിവർ കോസ്റ്റ് ഇൻറ്റഗ്രേഷനെ കുറിച്ച് പറയുന്നില്ല. ഒരു കോസ്റ്റൽ ഒബ്സർവേറ്ററി ആവശ്യമുണ്ട്. അത് സെക്രട്ടേറിയറ്റിൻ്റെ SDMAക്കകത്ത് ഇരുന്നാൽ പോരാ, സിമ്പിളാണ്. ഒരു കോസ്റ്റൽ ഒബ്സർവേറ്ററി കോസ്റ്റൽ സിസ്റ്റത്തിനകത്ത് വേണ്ടത് അവരുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വേണ്ടത്. വാർണിംഗ് സിസ്റ്റംസ് അവരിൽ നിന്നും വരണം, നമ്മൾ തിരിച്ചും കൊടുക്കാൻ പറ്റണം. ഇതിപ്പോൾ ഹ്യൂംസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അഭിലാഷോ എങ്ങനെയാണ് അവർക്ക് ആ ടെക്നിക്കൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അവർ വാർണിംഗ്സ് തരാൻ പറ്റുന്നത്? അതുപോലെ അങ്ങനെ. അപ്പോൾ ഈ കോസ്റ്റൽ ആൾക്കാർക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു സംവിധാനം വേണ്ടേ? അതെവിടെയാണ് ഇരിക്കേണ്ടത്? അതൊരു കോസ്റ്റൽ ഒബ്സർവേറ്ററിയിലാണ് ഇരിക്കേണ്ടത്. നമുക്ക് വനനിരീക്ഷണം പോലെ ഷുഡ് ബി എ കടൽ നിരീക്ഷണ കേന്ദ്രം തന്നെ വേണം എന്നുള്ളതാണ് ഓരോ പ്രദേശത്തും. ടു ലുക്ക് അറ്റ് വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ. അതിനകത്ത് ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം. അതിനകത്തുള്ള ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്, അതും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. മുതലപ്പൊഴി പോലത്തെ ഇഷ്യൂസൊക്കെ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാരിടൈം ആക്സിഡൻസ്, മെറൈൻ പൊല്യൂഷൻ ആൻഡ് കോമ്പൻസേഷൻസ്, അതിനൊരു പ്രോട്ടോകോൾ പോലും ഉണ്ടായിട്ടില്ല, അതെല്ലാം ഉണ്ടാവണം എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഫിഷർമാൻ ഓക്യുപേഷണൽ ഫണ്ട്, വെതർ റിലേറ്റഡ് നോൺ വർക്കിംഗ് ഡേയ്സിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ ബേസിക് പ്രോബ്ലം പറയട്ടെ ഇതിനകത്ത്. നമ്മളിതൊക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാനൊരു ടൗണിൽ താമസിക്കുന്ന ഒരാളാണ്, എനിക്കിന്ന് ഒരു പ്രശ്നം പറ്റി, നമ്മുടെ കൺട്രോളിലല്ല, പെട്ടെന്നൊരു നാച്ചുറൽ ആക്സിഡൻറ്റ് ഉണ്ടായി, എന്തെങ്കിലും സംഭവം ഉണ്ടായി. പിന്നെ ഞാൻ ഗവൺമെൻറ്റിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തു കിടക്കുക. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. എന്നെ ബാധിച്ചത് ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്. അത് സർക്കാർ ചെയ്തെന്നല്ല പറയുന്നത്, ക്ലൈമറ്റ് ആയിരിക്കാം. പക്ഷേ ഞാൻ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് വന്നിട്ട് എനിക്കൊരു, എന്നിട്ട് അത് അടുത്ത ദിവസം തൊട്ട് നമ്മളോട് പറയും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പടം ഒട്ടിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പരാതി പറയുന്നല്ലോ, അതിന് ഈക്വലായിട്ടല്ലേ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു, അത്രയൊക്കെ ചെയ്തു. എൻ്റെ സാറേ, നിങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ദെയർ റൈറ്റ്. ഈ സിറ്റിസൺ ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ആ അവകാശമാണ് നമ്മളെ റിഡ്രസ് ചെയ്ത് കിട്ടണം എന്നുള്ളത്. അതിനൊരു നിയമം ഇല്ലെങ്കിലും ആ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ആ അവകാശമുണ്ട് നമുക്ക്. ആ അവകാശം സ്ഥാപിച്ചു തരാനായിട്ട് അഡീഷണൽ ഒരു ആക്ട് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഈ ഡോളിങ് ഔട്ട് അല്ല, ചാരിറ്റി അല്ല എന്നുള്ളത് ക്ലിയർ ആവണം. ഓക്യുപേഷണൽ ഫണ്ട് എന്ന് പറയുന്നത് നോൺ വർക്കിംഗ് ഡേയ്സിന് അവർക്ക് പോകാൻ പറ്റാത്ത അവർ കാരണമല്ലല്ലോ. അപ്പോൾ ദേ ഹാവ് ടു ബി compensated, and that compensation has to be a right. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ പറയാറ്. ഇപ്പം ഖനന മേഖലയുണ്ട്. ഇപ്പോൾ പൊതുമേഖലയിലേക്ക് ഖനനം കൊണ്ടുവരുന്നുള്ളത് ഇപ്പോൾ LDF 2016 മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ദൂരപരിധി പരമാവധി കുറയ്ക്കാനായിട്ടാണ് ശ്രമിച്ചതെന്ന് നമുക്കറിയാം. എല്ലാ ഖനനവും, ഇപ്പം നദികളിൽ നിന്നുള്ള മണൽ ഖനനം അത് പുനരാരംഭിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ക്ലിയറൻസ് പല നദികൾക്കും ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഖനനം ഒരു മേഖലയിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചോ അങ്ങോട്ടേക്കല്ല ഈ 10 വർഷത്തിൻ്റെ പോയെന്നറിയാം. അപ്പോൾ ഖനന മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കൂടുതൽ പറയാനായിട്ടുണ്ട്? അതിന് 2 വശങ്ങളുണ്ട്. നമ്മൾ ഖനനം പറ്റില്ല എന്നൊന്നും പറയുന്നില്ല, ഭയങ്കര ലുഡായിട്ടിക്കാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ ഉള്ള ഖനനം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും കൂടിയുള്ള ഖനനമാണ്. 1. 2, ഏറ്റവും നീഡി ആയിട്ടുള്ള ഒരു പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഖനനമല്ല. ഈ ആവശ്യമില്ലാത്തതെന്ന് പറയുമ്പോൾ ആവശ്യമുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുകൊണ്ടുള്ളൊരു മീനിങ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരും അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കേണ്ടവരുണ്ട്. ഡിസാസ്റ്റർ അനുഭവിച്ചവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇൻഫ്രാസ്ട്രക്ചർ പണിയേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രയോറിറ്റൈസിങ് അതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖനനം അനന്തമായിട്ട് എക്കാലത്തേക്കും എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഹാസ് ടു ബി റെഗുലേറ്റഡ്. എവിടുന്ന് എത്ര ഹാസ് ടു ബി ഡിഫൈൻഡ്. ആൻഡ് അത് ഡിഫൈൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു 20-30 per year പെർസ്പെക്റ്റീവിൽ തന്നെ ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ലാർജർ ഒരു പബ്ലിക് ഓവർ സൈറ്റ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ നമ്മൾ പറയും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അത് അല്ലെങ്കിൽ അവരുടെ ഓഹരി അവർക്കുണ്ടാവണം എന്നൊക്കെ പറയുന്നത് ഉപേക്ഷിച്ച് 2 വർഷമായിട്ട് അത് ചെയ്തു, ആളെ പറ്റിക്കാനാണ്, ചെയ്യില്ല. അങ്ങനെ ഒരു ഡിമാൻഡ് നമ്മൾ വെച്ചിട്ടൊരു കാര്യമില്ല. അല്ല, അത് അവർ തന്നെ വെച്ചിരുന്നു. പകരം ഒരു ജനകീയ ഓവർ സൈറ്റ് വേണം എന്നുള്ളതാണ് ഇത് ചെയ്യുന്നതിനോട്. ഇപ്പോൾ എത്രയാണ് ചെയ്യേണ്ടതെന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം കിട്ടണം.
ഇപ്പം അതല്ല, ഇതൊക്കെ ഒരു മാഫിയ സെൻറ്റേഴ്സ് പോലെ ഓപ്പറേറ്റ് ചെയ്യണം, ഒരു പൂച്ച കുഞ്ഞിനും കയറാൻ പറ്റാത്ത അവസ്ഥ. അത് പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി അണ്ടർ ദ ഓവർ സൈറ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു ഖനനം അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഖനനം ഈ 50-200 മീറ്റർ നമുക്ക് ആവശ്യപ്പെടാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ അവിടെ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള, ആ റിപ്പോർട്ടിനനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ പിന്നെ ആ 200 മീറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് കേരളത്തിൻ്റെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മെറ്റീരിയൽ, ഇപ്പം ഞാൻ വീട് വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിന് ടോട്ടൽ സിമെൻറ്റ് യൂസ് എന്ന് പറയുന്നത് നോർമൽ വീടിൻ്റെ ഒരു 10% സിമെൻറ്റ് യൂസാണ് ഉണ്ടായിട്ടുള്ളത്. മണലില്ല. മണൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇതിൽ മണ്ണിൽ തന്നെ എടുത്ത് ചെയ്തു. മുളയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 10 വർഷമായിട്ട് ഞാൻ അതിൽ ജീവിക്കുകയാണ്. വച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞത് ഇപ്പോൾ വീട് കിട്ടുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് തന്നെ ചെയ്തത് കോസ്ഫോർഡും ലോറി ബേക്കറിൻ്റെ ടെക്നോളജിയും ഒക്കെ കൂടെ ഉപയോഗിച്ചിട്ട് ഇത് എഞ്ചിനീയറിംഗ് അല്ലാത്ത പ്രശ്നമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് കൺസ്ട്രക്റ്റീവ് മെറ്റീരിയലിൽ ഒരുപാട് സാധ്യതയുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ദ ബിഗസ്റ്റ് വൺ ബീയിങ് ബാംബു. അതിൽ ഒരുപാട് വർക്ക് ചെയ്ത ഉറവ് തൊട്ട് കോസ്ഫോർഡ് തൊട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ പലയിടത്തും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. സ്കിൽ, നോളജ്, അതിൻ്റെ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സയൻസ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇത് എത്ര നന്നായിട്ട് വളർത്താൻ പറ്റും എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട്. ഇഷ്ടംപോലെ പ്ലാന്റേഷൻ ലാൻഡും ഉണ്ട്, ഇഷ്ടംപോലെ ലാൻഡും ഉണ്ട്. ഇതൊരു റിസോഴ്സ് അല്ലേ? ഈ സാധനം നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ടേ? ഇന്നത്തെ ഗ്രീൻ സാധനമല്ലേ? ഇത് വച്ച് നമ്മൾ വീട് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുള്ള തണുപ്പ് എന്ന് പറയുന്നത് ഈ അർബൻ ഹീറ്റിനെ കൺട്രോൾ ചെയ്യുന്നതല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒറ്റ ക്രോപ്പ്, ഒരു ബാമ്പു എടുത്തിട്ട് ഞാൻ എന്തുമാത്രം സെക്ടർ ഇൻ്റർവെൻഷൻസ് ചെയ്തു നോക്ക്. അത് പ്രയോറിറ്റി ആയിട്ട് കാണണ്ടേ? അപ്പോൾ ഇപ്പോൾ കോസ്ഫോർഡ് തിരുവനന്തപുരത്ത് അവരുടെ ലൈബ്രറി, 4 നില ലൈബ്രറി ബിൽഡിംഗ് ഉണ്ടായി കാണിച്ചു. ഡോക്ടർ തോമസ് ഐസക് അവിടെ ചെന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. വേർ ഇസ് എ പോളിസി? ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു? ഇതിനെ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ സാധനത്തിനകത്ത് എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് നടത്താൻ പറ്റിയോ ഇൻ പോളിസി? ഇവരൊക്കെ എത്ര കാലമായിട്ട് കയറി ഇറങ്ങുന്നുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട്? സോ ദർ ഈസ് അത് ഒരു ട്രാൻസിഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ സിമെൻറ്റ് ഇൻഡസ്ട്രി എന്ത് ചെയ്യും? അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്നും ആ ട്രാൻസിഷൻ നടക്കും. ക്ലൈമറ്റും എക്കോളജിക്കലി ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഇതുമായിട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. മറ്റൊരു മേഖല പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തൊരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നത് നഗരപരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങളാണ്. ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യയിൽ തന്നെ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരുപാട് നഗരങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ എന്നാൽ അതേസമയം കേരളത്തിന്റെ നഗരങ്ങൾക്ക് അത്യാവശ്യം ഇപ്പൊ ഗ്രീൻ കവർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ നമ്മൾ വളരെ മുന്നിലാണ് കേരളത്തിലെ പല നഗരങ്ങളും. നഗരപരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എങ്ങനെയാണ് ഇതിനകത്ത് ഈ മാനിഫെസ്റ്റോ അഡ്രസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അർബൻ ട്രീ പ്രൊട്ടക്ഷൻ ആൻഡ് കനോപ്പി ഒരു എക്സ്പാൻഷൻ പറയുന്നത്. ഈ മരം മുറിക്കണത് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് ഭയങ്കര വിചിത്രമായി തോന്നുന്നൊരു കാര്യമാണ്. കേരളത്തിൽ ഇന്നും കേട്ടു ഒരു അമ്പലത്തിൽ നിൽക്കുന്ന വലിയ മരം അപ്പുറത്തെ വീട്ടിൻ്റെ മുകളിൽ കൂടെ നിൽക്കുന്നു. കുമ്പുവെട്ടാം പണിക്കാർ പോയിട്ട് മൊത്തം മരം മുറിച്ച് അമ്പലം നോക്കുമ്പോൾ ആ ശല്യം ചെയ്യുന്നു. അവരെ മരങ്ങളോടുള്ള അവേർഷനുള്ളൊരു ഒരു ജനതയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. വളരെ കുറച്ച് പേർക്ക് മരപ്രേമം അല്ലെങ്കിൽ മരസ്നേഹം അല്ലെങ്കിൽ മരം വേണമെന്നോ തണുപ്പുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ സിമെന്റിനകത്ത് പുഴുങ്ങി ഇരിക്കാൻ തയ്യാറാവുന്ന ഒരു ജനതയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഭയം കൊണ്ടാവാം, പലതും കൊണ്ടാവാം. ഇല വീഴുന്നു, കൂടുതൽ പണിയുണ്ട്, ഒക്കെ ആവാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, വലിയ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഈ ക്ലൈമറ്റിന്റെ കാലാവസ്ഥ ഇപ്പോൾ അതിൻ്റെ ഹീറ്റ് വേവ്സ് ഇപ്പോൾ കേരളത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും നോക്കിയിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള സുഹൃത്തുക്കൾ വീണയൊക്കെ പോയിട്ട് ഒരു തെർമോമീറ്ററുമായിട്ട് ചെന്ന് മരത്തിൻ്റെ റോഡിൽ നിന്ന് മെഷർ ചെയ്യും, മരത്തിൻ്റെ അടിയിൽ പോയി മെഷർ ചെയ്യും. ഭയങ്കര ഡിഫറൻസ് ആണ്. 3, 5, 6, 7 ഡിഗ്രീസ് ഒക്കെ ഡിഫറൻസ് കാണുന്നുണ്ട്. 2 ഇതുപോലെ കെട്ടിപ്പൊക്കുന്നത് ഒരു പുതിയ ബിൽഡിംഗ് വരുമ്പോഴും അത് ഒരു അർബൻ ഹീറ്റ് ട്രാപ്പായിട്ട് മാറ്റുമോ? ഒരു ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് ഉണ്ടാക്കുമോ? അങ്ങനെ ഉണ്ടാക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അർബൻ പ്ലാനിങ്, അതാണ് ഞാൻ നേരത്തെ ഈ മിഷന്റെ ഇൻകോർപ്പറേഷൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എംബെഡ് ചെയ്യും? ഇതിൽ ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുമായിട്ട് ഇരുന്നിട്ട് ഈ അർബൻ പ്ലാനേഴ്സും ഈ സിസ്റ്റവും അവരുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റും കോർപ്പറേഷനും ഒക്കെ ആയിട്ട് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് മിഷൻ ചെയ്യേണ്ടത്, അത് ഞാൻ ഇപ്പോഴേ പറയാം, മിഷൻ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ എന്നുള്ളതല്ല. അവരുമായിട്ട് ഇരുന്നിട്ട് നമുക്ക് ഫൈനൽ നീഡ് ഇതാണ്, ചൂട് കുറയ്ക്കണം, മരങ്ങളുടെ ഇത് വേണം, ഇന്നത് വേണം, നമുക്ക് എന്ത് ചെയ്യാം, അവർ പറയട്ടെ. അങ്ങനെ വരുമ്പോഴാണ് പ്ലാൻ ആവുന്നത്. ആ പ്ലാൻ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം അവരുടെ നീഡായി മാറും.
അത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹീറ്റ് റെസിലിയൻസിന്റെ ഒരു അർബൻ ബ്ലൂ ഗ്രീൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നുണ്ട്. പച്ചപ്പ് മാത്രമല്ല, ഒരുപാട് കുളങ്ങളും തോടുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരം, അല്ലെ ഏതൊരു അർബൻ സെന്റേഴ്സും അതിൻ്റെത്. പിന്നെ അർബന്റെ ഏറ്റവും വലിയ ക്രൈസിസ് ഇപ്പോൾ ഫ്ലഡാണ്. ഒരു മഴ പെയ്താൽ മുങ്ങിപ്പോകാത്ത അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സ്ഥലം ഇല്ലാതായി. എങ്ങനെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് അതിനെ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ചിലത് റീഡിസൈൻ ചെയ്യാൻ പറ്റും, വാട്ടർ ഫ്ലോ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇല്ല, മുടങ്ങിയ സ്ഥലത്ത് എന്തെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് ഓരോ പ്രദേശത്തും അതിൻ്റെതായ ആക്ഷൻ പ്ലാൻസും ഒക്കെ വേണം. അർബൻ ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഗവർണൻസ്. പിന്നെയുള്ളത് ഈ നായ്ശല്യം എന്ന് പറയുന്ന, നായ്ശല്യം എന്ന് പറഞ്ഞ് ഒരു കാലത്ത് നായ്ക്കളെ നമുക്ക് വേണം എന്നുള്ളതാണ്, ഇപ്പോൾ വേണ്ട എന്നുള്ളതായിട്ടുണ്ട്. പക്ഷേ ഇഷ്യൂ ഉണ്ട്, കടിക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് നിന്ന് കടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രൂപ്പ് ബിഹേവിയറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൗ ആർ യു ഗോയിങ് ടു മാനേജ്? അപ്പോൾ നമ്മൾ പലയിടത്തും നോക്കുമ്പോൾ നല്ല സിറ്റിയുടെ ഒക്കെ ഭാഗമാണ് അർബൻ ഷെൽട്ടേഴ്സ്, ഇതിനുള്ള ഷെൽട്ടേഴ്സും ഇതിനെ മാനേജ് ചെയ്യേണ്ട സെൻറ്റേഴ്സും അതിനെ ഫീഡ് ചെയ്യേണ്ട സെൻറ്റേഴ്സും അങ്ങനത്തെ സിസ്റ്റംസ് വേണം. ഒബ്സർവൻസ് വേണം. ഇപ്പോൾ ഒരു നായുണ്ട്, നാട്ടുകാർക്ക് ആവശ്യമാണ്, അത് വളരെ സെക്യൂറായിട്ട് എല്ലാവരും പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഉണ്ട്, വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നുണ്ട് പട്ടിയുടെ ഒരു നായ കാരണം. പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് കടിക്കാനും പാടില്ല. അപ്പോൾ അത് ഫെറോഷ്യസ് ആവുകയോ റോഗാവുകയോ ചെയ്യുമ്പോൾ അതിനെ മാറ്റേണ്ട ആവശ്യം. അപ്പോൾ അത്തരത്തിൽ ഒരു പ്ലാനിങ് സിസ്റ്റം അതിനകത്ത് വേണം. നമ്മൾ ഇതിനകത്ത് അനിമൽസിന്റെ, എലിഫന്റിന്റെ പറയുന്നുണ്ട്, ഈ ക്യാപ്റ്റീവ് അതിന്റെ കുറച്ച് സജഷൻസ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാന കാര്യം വിവിധ വകുപ്പുകളുടെ ഏകോപനം എന്നുള്ളതാണ്. കാരണം പല വകുപ്പുകളായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഭരണ നിർവഹണം, അതിന്റെ ഒരു ഗവേണൻസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു കോമൺ മിഷൻ ആണോ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ക്ലൈമറ്റ് ആക്ഷൻ റെസിലിയൻസ് മിഷൻ, അതാണോ ഇതിന്റെ ഏറ്റവും കോറായിട്ട് വരുന്നത്? ആ ഒരു ആർക്കിടെക്ചറിന്റെ സെന്റർ എന്താണ് ശരിക്കും? ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പൽസ്. അത് വിട്ട് കളിക്കരുത്. അത് മറ്റേ മഹാത്മാഗാന്ധി പറയുന്നത് പോലെയാണ്. ഒരു പ്രിൻസിപ്പൽ വരച്ചു, ഏറ്റവും സാധാരണക്കാരനെ ഇതെങ്ങനെ ബാധിക്കുന്നു, ആ സാധാരണക്കാരന് ഇത് മോശമാണെങ്കിൽ നമ്മൾ അത് വേണ്ടാന്ന് വെക്കണം എന്നത് പ്രിൻസിപ്പളാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമല്ലോ, നമുക്ക് ഇന്ത്യയിലെ ഭരണം ഒരു പ്രധാനമന്ത്രിയാണോ, ഒരു ഗവൺമെന്റ് ആണോ, ഒരു പ്രസിഡന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു കോർ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ 2-3 പ്രിൻസിപ്പൽസാണ്. ഗവർണൻസിൻ്റെ സിസ്റ്റംസ്, അതാണ് ബേസിക്. അത് നടപ്പാക്കാനായിട്ട് അങ്ങനെ ഒരു ഒരു സിസ്റ്റമിക് ഒരു ചേഞ്ചിന് വേണ്ടി ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ട്രാൻസിഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു മെയിൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷൻ റെസിലിയൻസ് മിഷനാണ്. പക്ഷെ ആ മിഷൻ ഒന്ന് മാത്രം സെന്റർ എന്ന് പറയാൻ പറ്റില്ല. ആ മിഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ടറിനകത്തും പോയിട്ടുള്ള ഇൻ്റർവെൻഷനാണ്. ആ ഇൻ്റർവെൻഷനിൽ മിഷൻ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻക്യുബേറ്റർ, ഫെസിലിറ്റേറ്റർ, ട്രിഗർ എന്നൊക്കെ പറയുമ്പോൾ ആക്ട് ചെയ്യുന്നുള്ളൂ. ആ പർട്ടിക്കുലർ സെക്ടറിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഗവൺമെൻറ്റും ബ്യൂറോക്രസിയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ മിഷൻ ആ ഫെസിലിറ്റേഷൻ പ്രോസസ് ഫെസിലിറ്റേറ്റ് ചെയ്യും. കാരണം ഈ ഫണ്ടമെന്റൽസ് വിടാൻ പാടില്ലല്ലോ, ഈ ബേസിക്സ്. അതുകൊണ്ട് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അതനുസരിച്ചുള്ള ഒരു ആർക്കിടെക്ചർ അവിടെ ഉണ്ടാവുകയും ചെയ്യണം. ആ ആർക്കിടെക്ചർ ഒരു പുതിയ ആർക്കിടെക്ചർ അവിടെ തലയിൽ വയ്ക്കുന്ന അവർക്ക് കൺവെർജൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആർക്കിടെക്ചർ ആയിരിക്കണം. അപ്പോൾ അവർക്ക് കൺവെർജൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ അവർ പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാറേ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ഒരാളുണ്ട്, അവരാണ് പരിസ്ഥിതിയുടെ കാര്യം അല്ലെങ്കിൽ അവരാണ് ഈ വെള്ളത്തിൻ്റെ കാര്യം നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് നമുക്ക് കുറച്ചും കൂടെ ബ്രോഡായിട്ട് ക്ലൈമറ്റ് കൊണ്ട് നോക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോയിടത്തും ആ ഇന്റർവെൻഷൻ ബിൽഡ് ചെയ്തിട്ടാണ് അവിടെ സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ അവിടെ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കണം. അത് ഈ ലൂസായിട്ട് വിടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ 5 years കൊണ്ട് നമ്മളിപ്പോൾ 5 വർഷം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, നമുക്ക് എങ്ങനെ ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് വന്നു എന്ന് വെച്ചു, അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയും മിനിസ്റ്റേഴ്സും ഉണ്ടായി എന്ന് വെച്ചു. അപ്പോൾ അഗ്രികൾച്ചർ എടുക്കുക, അഗ്രികൾച്ചറിന് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ വേണം, അങ്ങനത്തെ പറയാൻ ഈ ആർക്കിടെക്ചർ അവിടെ ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള കുറേ സജഷൻസ് ഉണ്ട്. ആ സജഷൻസ് കണ്ടിട്ട് അവരതിന് ഇൻകോപ്പറേറ്റ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ 3 to 5 years അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഗവൺമെന്റ് വന്നാലും ആ കോഡ് സിസ്റ്റം മാറണം. കാരണം മറ്റത് മിഷൻ എടുത്ത് കളയും. പുതിയ ഗവൺമെന്റ് വന്നിട്ട് പറയുക കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയ മിഷനല്ലേ, നമുക്ക് ഈ മിഷൻ വേണ്ട, വേറെ ആവാം, അത് കളഞ്ഞോട്ടെ. പക്ഷേ ഈ സാധനം എംബെഡ് ചെയ്തത് പിന്നെ മാറൂല. ആ ഒരു കാഴ്ചപ്പാട് ഇതിലുണ്ട്, അത് മാറുന്നത്. അതാണ് അതിനകത്തുള്ളത്. അതിൽ തീരുന്നില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ ആ ആർക്കിടെക്ചറിന്റെ കൂടെ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കുറെ മിഷൻസും ട്രാൻസിഷൻ പ്രോഗ്രാം. ഇപ്പൊ കേരള അഗ്രോ ഇക്കോളജി ട്രാൻസിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നുള്ളൂ. ആ ട്രാൻസിഷൻ പ്രോസസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാം ഉണ്ടല്ലോ. അത്തരത്തിലാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത്. അതിന്റെ കൂടെ 2 പ്രധാനപ്പെട്ടത് ലാൻഡ് യൂസ് പോളിസിയും ലാൻഡ് ഗവർണൻസ് റിഫോംസും. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ലാൻഡ് ഗവർണൻസ് റിഫോംസ് അത് വളരെ ക്രിട്ടിക്കലാണ്, അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്.
ആൻഡ് ട്രാൻസ്പെറൻസി ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് തിങ്സ്. ഇത് നടന്നു എന്ന് കാണുന്നതിനെ ഇത് നമ്മൾ മറ്റേ ജസ്റ്റിസിൽ പറയുമല്ലോ, ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ദാറ്റ് യു ഡെലിവർ ജസ്റ്റിസ്, യു ഹാവ് ടു ബി സീൻ ടു ബി ഡെലിവറിങ്, ദേ ഹാവ് ടു ഫീൽ ഇറ്റ്. അത് ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. എൻവയറമെന്റൽ ഡേറ്റ ട്രാൻസ്പെറൻസി ട്രാൻസിഷൻ ഡാഷ്ബോർഡ് അതുണ്ടാവുക. ഡേറ്റയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇപ്പൊ പബ്ലിക്കിന് പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള പല ഡേറ്റകളുടെയും അഭാവമുണ്ട്. അത് ഉണ്ടാവുക എന്നുള്ളതാണ്. വാട്ടർ റിസോഴ്സസ്, വെള്ളത്തിന്റെ അങ്ങനത്തെ എല്ലാം ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഫൈനാൻസിങ് ദ ഇക്കോളജിക്കൽ ട്രാൻസിഷൻ, ക്രിട്ടിക്കൽ കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫൈനാൻസ് ചെയ്തു നമ്മൾ, പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, കാലാവസ്ഥ അതിജീവനത്തിന് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ വെച്ചു എന്ന് പറയും. ഹരിത ബജറ്റൊക്കെ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. ദിസ് ടൈം വി ആർ ടോക്കിംഗ് അബൌട്ട് ടാഗിങ്. അപ്പോൾ നിങ്ങൾക്ക് 100 കോടിയുടെ ഒരു ബഡ്ജറ്റ് ഒരു ബിൽഡിംഗ് വയ്ക്കാൻ വെച്ചു, അതിനകത്ത് ഹൈഡ്രോളജിക്കൽ കൺസേൺസ് അഡ്രസ് ചെയ്യാനായിട്ട് 1 കോടി മാറ്റി വെച്ചു. ചുറ്റും മരങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് അർബൻ എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഹീറ്റ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ലഘൂകരിക്കാനായിട്ട് ഞങ്ങളൊരു 1000 മരം ചുറ്റും വെച്ചു. വേറെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ പറഞ്ഞെന്ന് വെച്ചു. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു 20% ബാമ്പു ഉപയോഗിച്ച് ചെയ്തു. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ബഡ്ജറ്റഡാണ്. അത് ഈക്കോ ടാഗ് ചെയ്യണം, ക്ലൈമറ്റ് ടാഗ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ടാഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം 100 കോടി നമ്മൾ ചിലവാക്കിയെങ്കിൽ അതിനകത്ത് ഓൾമോസ്റ്റ് 15 crores ഇതിനു വേണ്ടി മാറ്റി. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അലോക്കേഷൻ വേണം. അലോക്കേഷൻ വേണം മാത്രമല്ല, സ്പെഷ്യൽ പ്രോസസ്സാണ്. അവർ അത് കുറെ കൂടെ അങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ അവർക്ക് ഇൻസെന്റിവൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ് ഫണ്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രൊഡ്യൂസ് ഇക്കോളജിക്കൽ ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ് to local governments, linking a portion of allocations to measurable outcomes in wetland protection, waste management, watershed restoration, biodiversity, urban heat reduction, pollution control ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു അഡീഷണൽ ഫിസിക്കൽ ബെനിഫിറ്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ലാർജ്ലി ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി മോണിറ്ററിങ്ങിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം ഇംപ്ലിമെൻറ്റേഷൻ സംസാരിക്കാനെന്നും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സിൽവർ ലൈൻ പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതെല്ലാം രഹസ്യരേഖയാണെന്ന് വെളി പറയാൻ പറ്റില്ല. നമ്മളെ ബാധിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയണം. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് എൻഷൈൻ ചെയ്തതാണ്. തീരദേശ ഹൈവേയുടെ കാര്യത്തിലും കിട്ടാനില്ല, കമ്മ്യൂണിറ്റിക്ക് പോലും കിട്ടാനില്ല. വൈ? അതല്ല നമുക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് അതല്ല വേണ്ടതെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു മാനിഫെസ്റ്റോ ആയിട്ട് കൂടി മുന്നോട്ട് വെക്കുന്നത് എന്ന് ശ്രീധർ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മുൻ വർഷങ്ങളിൽ നിന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യത്യാസം, 2016 മുതൽ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വ്യത്യാസം, ഒരൊറ്റ സർക്കാരാണ് തുടരുന്നത്, ഒരൊറ്റ മുന്നണിയാണ് ഭരിക്കുന്നത്. പക്ഷേ ഈ മുന്നണിയുടെ ഭരണത്തിലുണ്ടായ ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള കൺസേൺസ് പലതും കേൾക്കാൻ തയ്യാറായിരുന്നില്ല ഈ സർക്കാർ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സിൽവർ ലൈൻ സമരം സർക്കാർ പലപ്പോഴും ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമായിരുന്നില്ല. ദേശീയപാത എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട സമരം സർക്കാർ നടത്തിയ സർവകക്ഷി യോഗത്തിൽ സമരപ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുപോലെ ആശാസമരം അടക്കം പല സമരങ്ങളുടെയും കാര്യത്തിൽ നമുക്കത് അറിയാം. അപ്പോൾ ഈ കൺസേൺസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി മറ്റൊരു സർക്കാർ വന്നാലും, ഇപ്പോൾ LDF അല്ല UDF മാറി വന്നാലും, ഈ മാറിയ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മൂലധന താല്പര്യങ്ങളൊക്കെ ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സിവിൽ സൊസൈറ്റിക്ക് ഈ കാര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? പ്രത്യേകിച്ച് 2016 ശേഷം ഉണ്ടായ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ടായ ആ ഒരു മാറ്റം കൂടി പരിഗണിച്ച് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഇനി LDF മാറി UDF വന്നാലും ഈ പ്രതിബന്ധങ്ങൾ തുടരാൻ സാധ്യതയില്ലേ? എങ്ങനെയാണ് ശ്രീധർജി അതിനെ കാണുന്നത്? 2006-11 സർക്കാർ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ നമ്മളുടെ നിയറസ്റ്റ് ക്ലോസസ്റ്റ് ഓർമ്മയിലുള്ള ഗവൺമെൻറ്റുകളിൽ ഏറ്റവും എൻവയൺമെൻറ്റ് പബ്ലിക് ജനങ്ങളുടെ കൺസേൺ, ജെൻഡർ, സ്ത്രീകളുടെ കൺസേൺ, അത് അച്യുതാനന്ദനെ കുറിച്ച് ജെൻഡറിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പരാതി ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹം ഫെൽറ്റാണ്. എല്ലാം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കൺസേൺസിലും അച്യുതാനന്ദൻ നിലപാടുണ്ടായിരുന്നു. അത് പ്രത്യക്ഷത്തിലും ഉണ്ടായിരുന്നു, അല്ലാതെ പലപ്പോഴും നമ്മളെപ്പോലത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പഠിക്കുമായിരുന്നു. ഇത് 5 വർഷം തുടർന്നപ്പോഴാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അന്ന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് മിനിസ്റ്റേഴ്സ് എല്ലാം അത്തരത്തിലുള്ള ആൾക്കാരായിരുന്നെങ്കിലും എടുത്തു പറയേണ്ടത് ഒരു മുല്ലക്കര രത്നാകരനെയും ഒരു ബിനോയ് വിശ്വത്തിനെയും ഒരു KP രാജേന്ദ്രനെയും പിന്നെയും പ്രേമേന്ദ്രനെയും NK പ്രേമേന്ദ്രനെയും ഒക്കെ തന്നെ ഒരു പവർഫുൾ ഒരു മിനിസ്ട്രി ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് വികസനം നടന്നില്ലേ? വികസനം നടന്നിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ടെക്നോ പാർക്ക് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആ കാലത്താണ്. അവരൊക്കെ തന്നെ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം വികസനം നടക്കില്ല എന്നുള്ളതല്ല, കേരളത്തിന് വേണ്ടതായിട്ടുള്ള വികസനം അന്ന് നടന്നിട്ടുണ്ട്. അതൊരു വിഷയം. 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരുമ്പോൾ നമുക്കിതിൽ ഒരു പ്രതീക്ഷയുമുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയും അത്തരത്തിലുള്ള ഒരു ജനകീയനാണ്. ജനങ്ങളുടെ സമരമൊക്കെ വന്നു കഴിഞ്ഞാലും കേൾക്കണം എന്ന് പറയും. ഉടനെ നിന്ന് വിളിച്ച് സമരമൊന്നും ചെയ്ത് കളയരുതെന്ന് പറയും, ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ
ഒരു ജനകീയ ഗവൺമെൻറ്റാണ്. അത് 5 വർഷവും അദ്ദേഹം ജനകീയത തുടർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമ്മളൊരു ക്രിട്ടിക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വലിയ ഫൗണ്ടേഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളിൽ വികസനം നടക്കാൻ വേണ്ടി പരിസ്ഥിതിയെ കുറച്ച് ഹനിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. ആറന്മുളയൊക്കെ തന്നെ അതിനകത്ത് ഏറ്റവും പീക്ക് അതാണ്. അപ്പോൾ ടീച്ചറും എല്ലാ പാർട്ടികളും ആറന്മുള സമരത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നെൽവയൽ നൃത്ത സംരക്ഷണത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ 2 കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറയണം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നിലപാട് അത് നടപ്പാക്കണം എന്നാണ്, പരിസ്ഥിതിക്ക് അനുകൂലമായ നിലപാടല്ല. 2, പക്ഷേ സമരം ചെയ്യുന്നവരെയും ജനങ്ങളെയും കേട്ടിരിക്കണം എന്നുള്ളതാണ്. അവർ പറയണത് കേൾക്കണം. എന്നിട്ട് നമ്മൾ പറയും പറ്റില്ല, പക്ഷെ പിന്നെ കേൾക്കും. എത്ര തവണ വേണമെങ്കിൽ വിളിക്കും. അതൊരു ഡെമോക്രസിയുടെ ഒരു പ്രോസസ്സാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് ഒരു റെസ്പെക്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതാണ്. നെൽവയൽ നൃത്ത സംരക്ഷണ നിയമം ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ഇദ്ദേഹം ഒരുപാട് ശ്രമിച്ചു അത് ഒന്ന് അമെൻഡ് ചെയ്തെടുക്കാനായിട്ട്, സമ്മതിച്ചില്ല. അപ്പോൾ ഇൻ പാർട്ടിയാണ് സമ്മതിക്കാത്തത്. തീർച്ചയായും പുറത്തുനിന്നുള്ള പ്രതിഷേധം നമ്മളുടെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് അന്ന് ഓർമ്മയില്ലേ, ഹരിത MLA എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടെ വന്നത് പ്രതിഷേധിക്കും. അത് കേൾക്കും. ഇറ്റ് കുഡ് ബി ബ്ലോക്ക്ഡ്. കാരണം ഒന്നേ ഉള്ളൂ, ഇദ്ദേഹം ഏകാധിപതി ആയിരുന്നില്ല എന്നുള്ളതാണ്. ഹി വാസ് നോട്ട് ആൻ ഓട്ടോക്രാറ്റ്. അങ്ങനെ ഡെമോക്രസിയിൽ വിശ്വസിച്ചിരുന്നു. ജനങ്ങളുടെ ഇത് കേൾക്കണമെന്നുള്ള വിശ്വസിച്ചിരുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും കുറച്ച് കാലത്തേക്കെങ്കിലും അത് മാറ്റിവെക്കും, പിന്നെ എടുത്തോണ്ട് വരും. അങ്ങനെ ഒരു പുഷ് ആൻഡ് പുൾ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയൻ ഗവൺമെൻറ് വരും. തുടക്കം തൊട്ട് കേൾക്കുന്ന ഒരു മെസ്സേജിങ് നറേറ്റീവ് അദ്ദേഹത്തിൻ്റെ ഇതാണ്: എന്ത് വില കൊടുത്തും വികസനം നടപ്പാക്കും. പരിസ്ഥിതി എന്ന് പറയുന്നത് അത് കുത്തിത്തിരിപ്പുകാരാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ടെർമിനോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. പരിസ്ഥിതിക്കാരെയും ഒക്കെ ചീത്ത വിളിക്കാനായിട്ട് വികസന വിരോധികളാണ്, അങ്ങനെ രാജ്യദ്രോഹികളാണ്, അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോഴും ഇത് അവിടെ സമരം നടത്തുന്നുണ്ടല്ലോ. കീഴാറ്റൂരിലൊക്കെ ഇടതുപക്ഷം തന്നെയാണ്, ഇടതുപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് സമരം. അവരെ പോലും അടിച്ചമർത്തി. കീഴാറ്റൂരിലൊക്കെ എല്ലാ ഓൾട്ടർനേറ്റീവ്സും പറഞ്ഞാലേ, വേറൊരു ബൈപ്പാസിൻ്റെ ഓൾട്ടർനേറ്റീവ് പറഞ്ഞു, ഇതിൻ്റെ മുകളിൽ കൂടെ പാലമായിട്ട് പണിയാൻ പറഞ്ഞു. പക്ഷേ ഒന്നുമില്ല. ഞങ്ങൾ നികത്തി പണിയാൻ തീരുമാനിച്ചാൽ നികത്തി പണിഞ്ഞിരിക്കും. 10 വർഷത്തെ പിണറായി ഗവൺമെൻറ് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ, ജനകീയമായിട്ടുള്ള എല്ലാ സമരങ്ങളെയും അദ്ദേഹം മൈൻഡ് ചെയ്യാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ഈ മഞ്ഞക്കുറ്റി വെച്ചിട്ടോ തകർത്തിട്ടുണ്ട്. ആരെയും കേൾക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടിക്കാരുടെ അവരുടെ കുറച്ച് കാര്യങ്ങളല്ലാതെ എല്ലാത്തിനും വിരട്ടും ന്യായീകരണവും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിൽ ഈ കുറച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ, അതിലും ഒരുപാട് പ്രശ്നങ്ങൾ ബ്രഹ്മപുരം പോലെയൊക്കെ ചെയ്തത് ഈ CMൻ്റെ ഓഫീസിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എത്ര ശ്രമിച്ചിട്ടും, ശുചിത്വ മിഷൻ എത്ര ശ്രമിച്ചിട്ടും അതിനെതിരെയുള്ള നടപടികളാണ് അങ്ങനെ വന്നിട്ടുള്ളതാണ്, അല്ലാതെ ഇതല്ല. കാരണം അവരുടെയൊക്കെ എഫേർട്സ് നല്ലത് തന്നെയായിരുന്നു. ഹരിത കേരള മിഷൻ്റെയാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ. പക്ഷേ അതിനകത്ത് പോലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓവറോൾ ഒരു എൻവയറമെൻറ്റൽ കൺസേൺസിൽ, പ്രത്യേകിച്ച് ഹൈഡ്രോളജിക്കൽ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് മലയോര ഹൈവേ, കോസ്റ്റൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇക്കോസിസ്റ്റം ഡിസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ പറയാം. അത് സിൽവർ ലൈനിൽ കൂടെ സംഭവിച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ദ വേർസ്റ്റ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ. കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും കേരളത്തിൻ്റെ നിലനിൽപ്പിനെയും കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെയും ഇത്രയും കാര്യത്തിൽ ഇത്രയും ഇഗ്നറൻ്റായിട്ടുള്ള, ഇത്രയും കണ്ടംപ്റ്റുള്ള ഒരു മുഖ്യമന്ത്രിയെയും ഒരു ഗവൺമെൻറ്റിൻ്റെയും ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് ഈ വിഷയങ്ങളോടുള്ള കണ്ടംപ്റ്റും അല്ലെങ്കിൽ പുച്ഛവും ഈ വിഷയങ്ങളോടുള്ള അജ്ഞതയും മാത്രമല്ല, അത്തരത്തിൽ പറയുന്ന സമരം ചെയ്യുന്ന ആൾക്കാരോടും മൂമെൻറ്റ്സിനോടും ഒക്കെ തന്നെ ഉള്ള ഒരു എതിർപ്പും വൈരാഗ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിന് വളരെ വലിയൊരു ദോഷം വരുത്തിയിട്ടുണ്ട് ഈ 10 വർഷത്തിൽ. അടുത്ത് വരുന്ന 5 വർഷത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് ശരത് ചോദിച്ചു. അതാരായാലും ഒരു LDF ഗവൺമെൻറ് ആണെങ്കിൽ ഈ ഡൈമെൻഷണലി ഓപ്പോസിറ്റായിട്ട് ഇത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വേറൊന്നുമില്ല, കേരളത്തിനെ ഇനി ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ തകർക്കുന്നേ ഉള്ളൂ. കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ്, കൂടുതൽ ഡിസ്ട്രക്ഷൻ, കൂടുതൽ മരണങ്ങൾ, കൂടുതൽ റീഹാബിലിറ്റേഷൻ, കൂടുതൽ ചിലവ് സംഭവിക്കുന്നേ ഉള്ളൂ. ഒരു UDF ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ
കുറേയൊക്കെ നമുക്കിപ്പോൾ കേൾക്കുന്നത് ജനകീയമായിട്ട് കുറേ കാര്യങ്ങളിൽ അവരിടപെടും, ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു വലിയ പ്രതീക്ഷയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ. അതുകൊണ്ട് പക്ഷേ എനിക്ക് അവരോടും പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള മാനേജ്മെൻ്റ് അല്ല വേണ്ടത്, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുള്ള മാനേജ്മെൻ്റ് അല്ല വേണ്ടത്. നിങ്ങളുടെ വികസനവും നിങ്ങളുടെ വികസന സങ്കല്പവും സ്വപ്നവും ഒക്കെ നടക്കട്ടെ, പക്ഷേ അത് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്, നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലെയാണ് നാച്ചുറൽ സിസ്റ്റംസും ശരിയാണോ എന്ന് നോക്കിയിട്ട് ചെയ്യണം. ഇത് മൂന്നും നോക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടേ ഇപ്പോൾ നിങ്ങൾ നോക്കുന്നുള്ളൂ. കാശുണ്ടോ, ഇത് ചെയ്യാനുള്ള ആളുണ്ടോ, പക്ഷെ അത് പോരാ. ഇത് ചെയ്യാനുള്ള വ്യവസ്ഥ ആവാസ വ്യവസ്ഥയെ ബാധിക്കാതെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വിഭവങ്ങൾ ആവശ്യത്തിന് മറ്റുള്ള വിധാനങ്ങളൊന്നും നശിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി നോക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഈ ഡോക്യുമെൻ്റ്. ആ റെഫറൻസിന് വേണ്ടിയാണ് ഈ ഡോക്യുമെൻ്റ്. അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മാനിഫെസ്റ്റോ കൂടുതൽ ആളുകൾ വായിക്കട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു.